സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് ആരാഞ്ഞ് ഹൈക്കോടതി. ഓരോ ജില്ലയിലും പാരിസ്ഥിതിക പഠനം വേണം. ക്വാറികൾക്കും മറ്റും അനുമതി നൽകേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാവണമെന്നും കോടതി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി. കേസ് ഹൈക്കോടതി അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ട കേസിലാണല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. അതായത് പരിസ്ഥിതി ഓഡിറ്റ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ടോ എന്ന് കോടതി ചോദിക്കുകയാണ്. ഓരോ ജില്ലയിലും പാരിസ്ഥിതിക പഠനം നടത്തി ക്വാറികൾക്കും മറ്റും അനുമതി നൽകേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും കോടതി പറയുന്നു. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? വിനോദ്, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പരാമർശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തെമ്പാടും പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്നാണ് ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, VM ശ്യാംകുമാർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ആരാഞ്ഞത്. മാത്രവുമല്ല, ഓരോ ജില്ലയിലും പാരിസ്ഥിതിക പഠനം അത് അനിവാര്യമാണെന്നും ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ക്വാറികൾക്കും മറ്റും അനുമതി നൽകേണ്ടത് ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക പഠനം നടത്തിയതിനു ശേഷം മാത്രമാണെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കേസിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ, അതോടൊപ്പം തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തുടങ്ങിയവരെ കക്ഷി ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഹാജരാക്കാൻ കൂടി ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സർക്കാരിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജനറലാണ് ഇന്ന് ഹൈക്കോടതി മുൻപാകെ ഹാജരായത്. AG പറഞ്ഞിട്ടുള്ളത് ഏകദേശം 12ഓളം ജില്ലകളിൽ മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജിയോ മാപ്പിംഗ് മൊത്തത്തിൽ സംസ്ഥാനമെമ്പാടും നടത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യവും ഹൈക്കോടതി സർക്കാരിനോട് ആരാഞ്ഞിട്ടുണ്ട്. ഇതിലടക്കമുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു മറുപടിയാണ് അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി മുൻപാകെ സർക്കാർ നൽകേണ്ടത്. മാത്രമല്ല, ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ മുന്നറിയിപ്പ് നൽകുവാനായിട്ടുള്ള സംവിധാനങ്ങൾ കൂടി വേണമെന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പല വകുപ്പുകൾ പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ വകുപ്പുകൾ തമ്മിൽ ഒരു ഏകോപനം ഉണ്ടാകണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ കേസ് ഹൈക്കോടതി അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അത് ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഈ കേസ് രജിസ്റ്റർ ചെയ്ത വേളയിൽ തന്നെ ഹൈക്കോടതി എടുത്തു പറഞ്ഞതാണ്, ഈ പ്രകൃതി ദുരന്തങ്ങൾ അത് ഒഴിവാക്കുവാനും അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടുവാനും ഏതൊക്കെ സംവിധാനങ്ങൾ ഏർപ്പെടുത്താം അല്ലെങ്കിൽ അതിനുള്ള ഏതൊക്കെ രീതികൾ അവലംബിക്കാം എന്നതിൽ ഒരു സർക്കാർ ഒരു വ്യക്തമായിട്ടുള്ള മറുപടി നൽകണമെന്ന്. മാത്രമല്ല, ഈ സംവിധാനങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമല്ല എന്നുള്ള ഒരു വിലയിരുത്തൽ ഹൈക്കോടതി ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനം കൈക്കൊള്ളുക. ഈ സർക്കാരിന്റെ പോളിസികളിൽ, സർക്കാരിന്റെ നയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്താൻ പറ്റുമോ എന്ന കാര്യമാണ് ഹൈക്കോടതി പ്രധാനമായിട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്വാറികളുടെ മറ്റും അനുമതി നൽകുന്നതിലടക്കം ഈ പാരിസ്ഥിതിക പഠനം അനിവാര്യമാണെന്നുള്ള നിലപാടും ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ സർക്കാർ നൽകുന്ന മറുപടിയെ ആശ്രയിച്ചായിരിക്കും ഇനി അങ്ങോട്ട് ഇക്കാര്യത്തിൽ ഹൈക്കോടതി എടുക്കുന്ന ഓരോ തീരുമാനവും. എന്തായാലും കേസ് ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. വിനോദ്.